വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. പ്രിയമുള്ളവരെ, റബീഇന്റെ പൊന്നമ്പലിക്കേറിയ സുന്ദരമായ ദിനത്തിൽ നാം ഇവിടെ ഒരുമിച്ച് കൂടിയിരിക്കുന്നത് പ്രവാചകന്റെ ഓർമ്മകൾ പുതുക്കാനും അവിടുത്തെ അവദാനങ്ങൾ പാടാനും പറയാനുമാണ്. ലോകം ദ്രുതഗതിയിൽ മുന്നോട്ട് ഗമിക്കുമ്പോഴും പ്രവാചകന്റെ ഓർമ്മകൾക്ക് മരണമില്ല. അതുകൊണ്ട് വിശ്വാസികളുടെയും ലോക ജനതയുടെയും ഹൃദയാന്തരാളത്തിൽ വിപ്ലവം സൃഷ്ടിച്ചുകൊണ്ടേയിരിക്കും. പ്രിയമുള്ളവരെ, ആരാണ് മുത്തുനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ? തരിശായി കിടക്കുന്ന മരുഭൂമിയിൽ കടും ചിന്തകളുമായി അറബികൾ ഇരുട്ടിൽ നിന്നകറ്റി അവരിൽ ഉണ്ടായിരുന്ന മൂഢത്തരത്തെയും ദുസ്വഭാവത്തെയും ജാഹിലിയായ സംസ്കാരത്തെയും മാറ്റിമറിച്ച് അഖില ലോക നേതാക്കളാക്കി വിനയത്തിന്റെ കിടാത്ത വിളക്കുകളുമാക്കി സുന്ദരമായ സംസ്കാരത്തിന്റെ ഉജ്ജ്വല പ്രതീകങ്ങളുമാക്കി മാറ്റിയതിന്റെ മഹത്വം വിശ്വഗുരു മുഹമ്മദ് മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് മാത്രം അവകാശപ്പെട്ടിട്ടുള്ളതാണ്. ഡോക്ടർ വർണാൻ ഷാ പറയുകയാണ്, I like Muhammad's ability. Muhammad was not only prophet but also a scientist and a socialist. ഞാൻ പ്രവാചകനായ മുഹമ്മദ് നബിയെ ഇഷ്ടപ്പെടുന്നു. അവിടുന്ന് ഒരു പ്രവാചകൻ മാത്രമല്ല, മറിച്ച് ഒരു സാമൂഹിക പരിഷ്കർത്താവും ശാസ്ത്രജ്ഞനും കൂടിയാണ്. നടക്കുന്ന മൃഗങ്ങളെയും പറക്കുന്ന പക്ഷികളെയും എയ്യുന്ന ജന്തുക്കളെയും നീന്തുന്ന മത്സ്യങ്ങളെയും വർഗവർണ്ണ ജാതി വ്യത്യാസങ്ങളാക്കി തർക്കിച്ചിരുന്ന ലോകജനതയെ ഏകോദര സഹോദരങ്ങളാക്കി മാറ്റി. അത് അറബിയേക്കാൾ അറബിക്കോ കറുത്തവരേക്കാൾ വെളുത്തവനോ സ്ഥാനം കൽപ്പിക്കാതെ എല്ലാവരും ഹൃദയശുദ്ധികളുടെ സൃഷ്ടാവിലേക്ക് അടുക്കുന്നവർക്ക് പദവി നൽകി ആദരിച്ചു. ഭാരതത്തിന്റെ രാഷ്ട്രീയമായി വിമോചനത്തിന്റെ വിപ്ലവമായി കടന്നു വന്ന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആശാരിയെയും സമ്പത്തും മറ്റവും മരതയും എല്ലാ മുത്തുമരതയും എല്ലാം തന്റെ കാലിനടിയിലിരിക്കണേ ചുടാത്ത മണ്ണുകൊണ്ട് പടുത്തുയർത്തിയ മൺചുവരിന്റെ കീഴിൽ അതായി പലനാരികൾ കൊണ്ട് നിർമ്മിച്ച തീരക്കുതായി തീരപ്പായ വിരിച്ചുകൊണ്ട് ഓസിയില്ലാതെ പേരില്ലാതെ മരുഭൂമിയുടെ മണ്ണിൽ അന്തിറങ്ങിയ ഹബീബുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പാൽ കുടിക്കുകയും പാലിൽ കുടിക്കുകയും ചെയ്യുന്ന ഭരണാധികാരികളാണ് ഈ ലോകത്തുള്ളത്. എന്നാൽ നാൽക്കാലികൾക്ക് തീറ്റ കൊടുത്ത് സ്വന്തം കൈകൊണ്ട് അവയെ പാൽ കറക്കുകയും അങ്ങാടിയിൽ പോയി സാധനം വാങ്ങി സ്വന്തം കൈകൊണ്ട് തൂക്കിപ്പിടിച്ച് വീട്ടിലേക്ക് കൊണ്ടുവരികയും വീട്ടുകാരെയും അയൽവാസികളെയും സന്തോഷിപ്പിച്ച് സഹായിച്ചുകൊണ്ട് സ്വന്തം കൈകൊണ്ട് ചെരുപ്പ് തുണികയും വസ്ത്രം വെച്ച് പഠിപ്പിക്കുകയും ചെയ്യുന്ന ഒരു നേതാവ് ലോകത്തുണ്ടെങ്കിൽ അത് ഹബീബുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളല്ലാതെ മറ്റാരുമില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ലോകത്ത് തുല്യതയില്ലാതെ സ്നേഹിക്കപ്പെടുകയും അതിലേറെ തുല്യതയില്ലാതെ സ്നേഹം പകർന്നു നൽകുകയും ചെയ്യുന്ന ഒരു നേതാവാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. വമാ അർസൽനാക ഇല്ലാ റഹ്മത്തുൽ ലിൽ ആലമീൻ, ലോകത്തെ അനുഗ്രഹമായിട്ടല്ലാതെ അങ്ങയെ നാം അയച്ചിട്ടില്ല എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നു. ലോകത്തിന് അനുഗ്രഹമായി അവതരിച്ച പ്രവാചകനോടുള്ള നമ്മുടെ ബാധ്യത അതൊരിക്കലും പറഞ്ഞു തീർക്കാൻ സാധ്യമല്ല. പ്രിയമുള്ളവരെ, നമുക്കറിയാം വഫാത്തിന്റെ സമയത്ത് അതാ റൂഹ് പിടിക്കാൻ വന്ന ഇസ്രായീൽ അലൈഹി സ്വലാത്തു വസ്സലാം അതാ ചെറിയ വേദന തോന്നിയ പ്രവാചകരോട് പറയുകയാണ്, നബിയെ, തങ്ങളുടെ റൂഹ് പിടിക്കുന്നത് എണ്ണയിൽ നിന്ന് നൂലിനെ വലിച്ചെടുക്കുന്നത് പോലെയാണ്. എന്നാൽ തങ്ങളുടെ സമുദായത്തിന്റെ തങ്ങളുടെ ഉമ്മത്തിന്റെ റൂഹ് പിടിക്കുന്നത് അത് ഉള്ളിൽ നിന്ന് ശീലയെ വലിച്ചെടുക്കുന്നത് പോലെയാണ് എന്ന് പറയുന്നു. അതാ മരണത്തിന്റെ വേദനയിൽ പോലും നമ്മെ പൊട്ടിക്കവന്ന പ്രവാചകനെയല്ലേ നാം അനുധാവനം ചെയ്യേണ്ടത്? നവയുഗത്തിലെ മോഡലിംഗുകാരെയും കായിക താരങ്ങളെയും സിനിമാ നടന്മാരെയുമാണ് നാം അനുധാവനം ചെയ്യേണ്ടത്. അല്ല, ഒരിക്കലുമല്ല. അതാ വിലക്കറയിൽ കിടന്നുകൊണ്ട് മരണമുഖാമുഖം കൊണ്ടുകൊണ്ട് ബഹുമാനപ്പെട്ട ഹുദൈഫ റളിയല്ലാഹു അൻഹു അതാ തങ്ങളോട് ചോദിക്കുകയാണ്, നിങ്ങളുടെ ഈ സ്ഥാനത്ത് കിടക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ് എന്ന് നിങ്ങളൊന്ന് ആശ്വസിച്ചാൽ മതി. ആ സമയം നിങ്ങളെ ഞങ്ങൾ അയച്ചു വിടാമെന്ന് പറഞ്ഞപ്പോൾ അതാ ബഹുമാനപ്പെട്ട ഹുദൈഫ തങ്ങളും നാം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. എന്താണ് ഹുദൈഫ തങ്ങൾ പറഞ്ഞിട്ടുള്ളത്? ഞാൻ വീട്ടിൽ സുഖമായിരിക്കുമ്പോൾ പ്രവാചകനെ മുന്നേൽക്കുന്നത് പോലും എന്റെ മനസ്സിന് സഹിക്കില്ല എന്ന് പറഞ്ഞു കൊടുത്ത് ലോകത്തിന് അനുരാഗത്തിന്റെ ഏറ്റവും വലിയ വിപ്ലവം കാണിച്ചു കൊടുക്കുന്ന നേതാവാണ് ഹുദൈഫ തങ്ങൾ. അതുപോലെ തന്നെ പതിരാഗന്റെ വൈദ്യ പ്രവാചകന് സേവനം ചെയ്തുകൊണ്ട് കൊടുത്തുകൊണ്ട് പ്രവാചകന്റെ കൂടെ സ്വർഗത്തിൽ സീറ്റ് പിടിക്കാൻ പറ്റിയതാക്കിയ റബിയ തങ്ങളെയാണ് നാം അഭിവാദനം ചെയ്യേണ്ടത്. അതുപോലെയുള്ള ബഹുമാനപ്പെട്ട സഹാബാക്കളെ പണ്ഡിതന്മാരെ പരിവർത്തിച്ചുകൊണ്ട് നമ്മുടെ ജീവിതം നാം മുന്നോട്ട് നയിക്കേണ്ടതുണ്ട്. അതിന് നാം നമുക്ക് തൗഫീഖ് നൽകുവാനാകട്ടെ. ഇത്രയും പറഞ്ഞുകൊണ്ട് അവസാനിക്കുന്നു. അസ്സലാമു അലൈക്കും.